ബിജെപിയിൽ പൊട്ടിത്തെറി ജില്ലാ അധ്യക്ഷന്മാരുടെയും പ്രഭാരിമാരുടെയും യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ബിജെപിയുടെ ഗൃഹസമ്പർക്ക പരിപാടിയിൽ വിതരണം ചെയ്യാനുള്ള ലഘുലേഖയോ ഫണ്ട് പിരിവിനുള്ള കൂപ്പണുകളോ വാർഡുകളിൽ എത്തിയിട്ടില്ലെന്ന വിമർശനം. മേഖലാ സംഘടനാ സെക്രട്ടറിമാരാണ് രൂക്ഷ വിമർശനം നടത്തിയത്. ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജ്കുമാർ, അതായത് ബിജെപിക്കകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി രൂക്ഷമായിട്ടുണ്ട്. പല നിലപാടുകൾക്കെതിരെ ഇപ്പോൾ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിനെതിരെയും ഒക്കെ പാർട്ടിക്കകത്ത് തന്നെ ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇതിപ്പോ ഇന്ന് രാവിലെ ജില്ലാ ഭാരവാഹികളുടെയും പ്രഭാരിമാരുടെയും മറ്റും യോഗമാണ് ഇന്ന് രാവിലെ ചേർന്നത്. ആ യോഗത്തിൽ സംഘടനാ ചുമതലയുള്ളവരുടെയൊക്കെ യോഗമാണ് ചേർന്നത്. ആ യോഗത്തിലായിരുന്നു ഈ പറഞ്ഞ കുറ്റപ്പെടുത്തലൊക്കെ. അത് എറണാകുളം മേഖല അതിന്റെ ഭാരവാഹിയായ പത്മകുമാർ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ട് അതിനാവശ്യമായ ലഘുലേഖ പോലും എത്തിക്കാതിരുന്നത്. ഗൃഹസമ്പർക്ക പരിപാടി നടത്തി അവിടെ ബിജെപിക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ ഉണ്ടാക്കാം, നേട്ടമുണ്ടാക്കാമെന്നുള്ളതായിരുന്നു പ്ലാൻ. ഇനിയിപ്പോ അതിന്റെ സമയമെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രവർത്തകരുടെ മനോവീര്യം കെട്ടുപോയി. ആർക്കും പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ. അതൊരു ഭാഗത്ത്. അതേസമയം സംസ്ഥാന പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ കാര്യം കുറച്ചുകൂടി ഗൗരവതരമാണ്. ഇതില് ഒരു കമ്പനിയുടെ മുതലാളി പ്രവർത്തിക്കുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കുന്നു. ഒരു മൾട്ടി മില്യണിന്റെ കീഴിൽ നിൽക്കുന്ന തൊഴിലാളികളെ പോലെയാണ് ഞങ്ങൾക്ക് ഈ പാർട്ടി പ്രവർത്തനം അനുഭവിക്കേണ്ടി വരുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെയും ഈ കെ സുരേന്ദ്രൻ പക്ഷം ഉന്നയിച്ചിരുന്നു. അത് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ എത്തിയെങ്കിലും ദേശീയ നേതൃത്വം ഇതൊന്നും ചെവിക്കൊള്ളാൻ ചെവിക്കൊള്ളാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നദ്ദ തന്നെ ഈ കൊല്ലത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഈ ഒരു വിമർശനം ഉന്നയിക്കുമോ എന്ന് നമുക്കിപ്പോഴും വ്യക്തതയില്ല. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ കെ സുരേന്ദ്രന്റെ നന്ദി എന്നൊരു വാക്ക് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. കഴിഞ്ഞ കുറെ കാലമായി കോർ കമ്മിറ്റിയിൽ നിന്ന് കെ സുരേന്ദ്രൻ വിട്ടു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഈ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് കാണിച്ച് സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹം കത്ത് കൊടുത്തിരുന്നു. ആ കത്തിൽ പറയുന്നത് തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ആയുർവേദ ചികിത്സയിലാണ്, അത് മുൻകൂട്ടി നിശ്ചയിച്ചതായതുകൊണ്ടാണ് വരാൻ കഴിയാത്തത് എന്നുള്ള ഒരു അറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ മുമ്പും ഇതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ഇതുപോലെ വിട്ടുനിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയിരുന്നത്. ഇതിലും പതിവ് സംഭവം തന്നെ. കോർ കമ്മിറ്റിയിൽ വിട്ടുനിന്നതുപോലെ നദ്ദ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ പോലും വിട്ടുനിന്നുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധം കെ സുരേന്ദ്രൻ ഇതിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു എന്ന് ബിജെപി പ്രവർത്തകർക്ക് പോലും ന്യായമായും അവർക്ക് സംശയിക്കാം. അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടതാനും ഒരു അനൂപ് ആന്റണിയെ അല്ലെങ്കിൽ എസ് സുരേഷിന്റെ കയ്യിലെ കളിപ്പാവയായി രാജീവ് ചന്ദ്രശേഖർ മാറുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇതിന് അനുഭവ സമ്പത്തുള്ള ഒരാളല്ല, രാഷ്ട്രീയ പക്വതയില്ലാത്ത നേതാവ് തുടങ്ങിയ കടുത്ത ആരോപണങ്ങളാണ് നേരത്തെ ഉയർന്നിരുന്നത്. ഇന്ന് നടക്കുന്ന ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുമോ, ഇത് ഉന്നയിക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം.